നിന്റെ അരപ്പ് ഇതുവരെ തീർന്നില്ലേടി? വീട്ടിലെ മിക്സ് കേടായിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി. നന്നാക്കി തരാൻ പറഞ്ഞാൽ അങ്ങനെ നന്നാക്കി തരൂല. അങ്ങോട്ടൊന്ന് പറഞ്ഞൂടെ കടയിൽ കൊണ്ടൊന്ന് ശരിയായി കൊണ്ട് തരാൻ? അതിന് ശരിയാക്കണ്ടേ, പറഞ്ഞാൽ കേൾക്കണ്ടേ? ഉള്ള പൈസ മുഴുവൻ മോളെ കെട്ടിക്കാൻ വേണ്ടിട്ട് കൂട്ടി വെക്കുവാണ്. ഇവിടെ അത് തന്നെ പിശുക്കത്തരം തന്നെ. മോളെ കെട്ടിക്കാൻ വേണ്ടിട്ടല്ല, എന്തേ പറയാനാ? നിന്റെ മൊബൈലിൽ ഇച്ചിരി പൈസ തിന്നിട്ട് 2 ആഴ്ചയായി. ഇച്ചിരി പൈസ ഇട്ട് തരാൻ പറഞ്ഞത് എവിടെ കേക്കാന്? പറഞ്ഞിട്ട് കാര്യമില്ല. നേരം കുറെ ആയി. സുന്ദരി ഗോതകളെ ഇതുവരെ കണ്ടില്ല. ആ, രണ്ടും കൂടെ വല്ല മാവേലും കല്ല് പറഞ്ഞോണ്ടിരിക്കുമായിരിക്കും. സത്യം പറയാലോ, നല്ലൊരു പയ്യന്റെ കൈ പിടിച്ച് ഏൽപ്പിക്കുന്നവരെ ഒരു സമാധാനവും ഇല്ല. അത് തന്നെടി. ഇതും കൂടെ മുടിഞ്ഞ പഠിത്തം തീർന്നെങ്കിൽ സമാധാനമായിരുന്നു. എവിടെങ്കിലും കെട്ടിച്ചു വിടായിരുന്നു. ഇത് നോക്ക്, ഇത് നോക്ക്. കോഫിയുടെ വേണമല്ലേ? ഞാൻ അടുത്ത സാധനം വേണ്ടത്. അത് വേണ്ട, ഇത് മതി. എന്താണ് ഇത്? നല്ലതാണ്. ഞാൻ ഇടാൻ പോവാ. അത് നോക്കുന്നുണ്ടോ നോക്കേ. ചെറിയ നിക്ക്. ഞാൻ പുറത്ത് നിൽക്കാവേ, പെട്ടെന്ന് ചുറ്റുവായേ. മാറ്റിക്കോണേ. ചേട്ടാ, ലോലിപോപ്പ് ഇല്ലേ? 2 തരോ? നിങ്ങൾ ലിപ്സ്റ്റിക് എടുക്കാനല്ലേ വന്നേ? അത് നമ്മൾ ഉദ്ദേശിച്ച ഷെയ്ഡ് അവിടെ ഇല്ല. എടി കഴിഞ്ഞില്ലേടി? പോവാടി. പോവോ? ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ. ചേട്ടാ, ഞങ്ങൾ എടുത്തുള്ള ഫ്രണ്ടിന് എടുത്തുള്ള 2 ലോലിപോപ്പ്. ഞാൻ ആവർത്തിക്കല്ലേ. അയാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്തെന്നാ. അസന്നല്ലേ പറയണേ? ചന്തിനർത്ഥം. അയ്യോ, അതെന്തോ ആസെന്തോണ്. ഇത് നമ്മൾ മീനർത്ഥം നമ്മൾ എന്നൊക്കെ തന്നെയാ. എന്തായാലും ഇനി അങ്ങനെ കട പോണ്ട. ലച്ചു, നീ ആവശ്യമില്ലാത്ത കാര്യം പറയില്ലോ. എടി, എന്നും നമ്മൾ ഈ 2 രൂപയുടെ ലോലിപോപ്പ് മേടിക്കാനോടെ പോയിട്ട് അയാൾ അവിടെ വെച്ചേക്ക് ലിപ്സ്റ്റിക് ഒക്കെ നമ്മൾ ട്രൈ ചെയ്യാറില്ലേ? അത് കാണാൻ ഞങ്ങൾക്ക് എന്താ ദേഷ്യം വരും? അയാൾ അറിയുന്നില്ലല്ലോ. നീ ചുണ്ടിന്റെ മേലെ ഇങ്ങനെ ചൂല വരച്ചിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ടാവും. നീ ചുണ്ടിന് എന്തും ചെയ്ത് വെച്ചേക്കുന്നേ നോക്ക്. ഇവിടെയാ? എന്നിട്ട് ഇപ്പോഴാണ് പറയുന്നത്? ഓ, മതല് കണ്ട് വരയ്ക്കാനായിരിക്കും. നടക്കട്ടെ, പോ പോ. ഇല്ല, എന്നെ ഒരു കുഴപ്പമില്ല. അതങ്ങനെ ഫാഷൻ സെൻസ് ഇല്ലാത്ത അമ്മമാർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒരു ഗേരിയും പിടിക്കാൻ ഇങ്ങനെ നടക്കണത്. സോ ബാഡ്. ഒന്നല്ല 2 എണ്ണം. എവിടെ എന്നെ ഇത്ര നേരം? സമയം എത്രയെന്ന് കണ്ട? 1 മണിയല്ലേ ഉള്ളമ്മ. അതിനത്ര വൈകിട്ടൊന്നുമില്ല. നിന്റെ ചുണ്ടെന്താടി ചുമന്നിരിക്കുന്നേ? അത് നമ്മൾ ഞാവൽപ്പഴം കഴിച്ചത്. നിന്റെ ചുണ്ടി നമുക്കാരി ഇതൊക്കെ വാരിത്തേക്കുന്നത്. പിന്നെ അമ്മയുടെ ചുണ്ട് പോയി എന്റെ ചുണ്ട് കറുത്തിരിക്കണോ? കഷ്ടത് നീയൊക്കെ
മുടിയിലും ചുണ്ടിലും ഓരോന്ന് വാരി തേച്ച് കളറും പിടിപ്പിച്ച് നടക്കോ? ഞാൻ അങ്ങോട്ട് വേഗം അടി നിനക്ക്. പോയി അരി വാർത്തറി. അരി വാർത്തിടാൻ എന്റെ കൈ കൊള്ളൊന്ന്. അച്ചൂടാ ഇള്ള കുഞ്ഞല്ലേ, മര്യാദക്ക് പോയി അരി വാർത്തിട്ട്. എന്നിട്ട് കുറ്റം പറയാനല്ല അമ്മയ്ക്ക്. അതെ, ഞാൻ അങ്ങോട്ട് വരുമ്പം ഈ വേഷത്തിൽ അവിടെ എങ്ങനെ കിടക്കുന്ന കണ്ട നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട്, നോക്കിക്കോ. എന്റെ പൊന്നമ്മ, ഞാൻ എങ്ങും കിടക്കണില്ല, പോരെ. ഒരു വക പറഞ്ഞാ കേൾക്കൂല പെണ്ണ്. മുസ്തഫ മുസ്തഫ ഡോണ്ട് വെറി മുസ്തഫ. മനുഷ്യനൊരു മിനിറ്റ് പുറത്തിരിക്കാൻ സമ്മതിക്കത്തില്ല. തള്ളിക്കൊണ്ടൊരു സമാധാനം എന്റെ ദൈവമേ. എടി ലക്ഷ്മി, നിനക്കൊക്കെ എവിടെ ഒന്ന് കഴിയാ പോരേടി. എടി, നമ്മൾ എത്ര ട്രൈ ചെയ്തിട്ട് നമ്മുടെ ഈ സൂപ്പർ ഗേൾസിനെ അങ്ങോട്ട് വൈറലാക്കാൻ പറ്റുന്നില്ലല്ലോ. എങ്ങനെ വൈറലാക്കും? ഫോണോടെ എടി, ഈ ചാണപ്പൊളി സെറ്റും കൊണ്ട് എന്ത് കാണിക്കാനാണ്? ആദ്യം വിടുന്ന സാധനത്തിന് നല്ല എന്തെന്നാ അതിനെ പറയണത്? ഫോൺ ക്വാളിറ്റി ഫോൺ. ക്ലാരിറ്റിയും സംഭവം തന്നെ, അതൊക്കെ വേണം. അല്ലെങ്കിൽ പിന്നെ എടുത്തിട്ട് എന്ത് കാര്യം? സത്യം പറയുന്നത് എനിക്ക് കണ്ടില്ല. ഇങ്ങ് തന്നാണ്, അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യണം. നീ നമ്മുടെ മറ്റേ ഇതെടുക്ക്, സേവിങ്സ് ബോക്സ് എടുക്ക്. നീ ഈ ഡപ്പ വീണ്ടും മാറ്റിയോ? അത് പിന്നെ മാറ്റാണ്ട് അങ്ങനെ. അമ്മ ഇങ്ങനെ നോക്കിയിരിക്കണം അതിൽ കാണാൻ വേണ്ടിട്ട്. മുടുക്കി. ഇതിപ്പോ എത്ര രൂപ ഉണ്ടാവും? എങ്ങനെ കൂട്ടിയാലൊരു 7,500 രൂപ ആണ്. ഇത് നമുക്ക് പൊട്ടിച്ചു നോക്കിയാലോ? അല്ലല്ല, പൊട്ടിക്കാൻ പാടില്ലടി. പൊട്ടിച്ച പൈസ കുറഞ്ഞോന്നാ കേട്ടിട്ടുള്ളത്. ആണോ? എങ്ങനെങ്കിലും നമ്മുടെ സൂപ്പർ ഗേൾസിന് നമുക്കൊന്ന് വൈറലാക്കി എടുത്ത് പറ്റത്തുള്ളടി. ഈ വൈറലാക്കണെങ്കിലേ അത് നല്ലൊരു ഫോൺ വാങ്ങിക്കണം, ക്യാമറ ഉള്ളത്. കുറഞ്ഞതൊരു 10,000 രൂപയെങ്കിലും ചെലവുണ്ട്. 10,000 രൂപയോ? പിന്നല്ലാണ്ട്. അപ്പൊ നമ്മൾ ബാക്കി പൈസക്ക് എവിടെ പോവും? അടിച്ചു മാറ്റണം. ഇവിടെ നിന്നിട്ട് അടിച്ചു മാറ്റാനാടി? നോക്കടി, എന്റെ അച്ഛന്റെ അവസ്ഥ നിനക്ക് അറിയാലോ. അല്ല, ഇന്നൊന്നും ഇല്ല ഇതിനകത്ത് ഇടാൻ. എന്റെ ഷെയർ ഓക്കെ ഇടട്ടെ? നിന്റെ ഷെയർ എടുക്ക്. 20 രൂപയെ. എടി, ഈ 20 രൂപ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ പാടെ എനിക്ക് അറിയത്തുള്ളൂ. എവിടെ നിന്ന് അടിച്ചു മാറ്റി? അമ്മ ഇന്നലെ റേഷൻ കട തന്നു വിട്ട പൈസയാ, അതിന് അടിച്ചു മാറ്റിയതാ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് പാടാട്ടാ. നീ കുറച്ച് വലിയ പൈസ ഒക്കെ എടുത്തോണ്ട് വരണ്ടേ? എടി, എങ്ങനെ പൈസ എവിടെ നിന്നിട്ട് ഉണ്ടാക്കാനാ നീ പറയുന്നത്? ആകെയുള്ള ആ സൈക്കിൾ വിറ്റാ 350 രൂപ കിട്ടത്തുള്ളൂ. നീ എന്തൊരു കട്ട് തിന്നാ? എന്തേ എന്ത് ഇക്കള് എടുക്കണ? കളത്തിനെ കാണിച്ചാ നിക്കള് തരത്തില്ലേ? എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലാതെ ഇങ്ങനെ ഒരു കാര്യമില്ല കേട്ടോ. അഭിമാന പ്രശ്നമാണ്. അവിടുത്തെ പൈമാരെ വിളിച്ചാലോ? എടാ, ആരെന്ന് വെച്ച് വിളിച്ചിട്ട് നമുക്ക് പൈസ ഇറക്കാം. എന്റെ അമ്മ, ഇത് ആര്? സൂപ്പർ ഗേൾസാ? സൂപ്പർ ഗേൾസാ? അതെടാ, ഞങ്ങൾ സൂപ്പർ ഗേൾസാ. നിനക്കൊക്കെ എന്താ? എടി, നീയൊക്കെ എത്രയൊക്കെ ചുമലി സൂപ്പർ ഗേൾസ് ചോദിച്ചാലും ഞങ്ങൾ കലിപ്പം ബോയ്സിന്റെ ഏലായത്ത് വരില്ല, അല്ലേ അളിയാ? നീ ഒന്നും കലിപ്പം ബോയ്സ് അല്ല, കഴപ്പം ബോയ്സ്. ജോലിക്കപ്പെടാ. ഞങ്ങൾക്ക് അന്തസ്സുള്ള ജോലി ഉണ്ടല്ലോ, നിന്നെ പോലെ തോച്ച് തുന്നമ്പടി ഇറക്കല്ല. എടി, കൂടുതൽ കിടന്ന് ചൊറിയാണ്ട് പോടാ പോടാ. കരത്തിനൊത്ത് കളിക്കടാ. ചൊറിഞ്ഞ നീയൊക്കെ എന്താ ചൊറിഞ്ഞു തരും? ആടാ, ചൊറിഞ്ഞ പട്ടി. പട്ടിന്റെ അച്ഛൻ അച്ഛനെ വിളിക്കുന്നോടാ നീ? അളിയാ, അളിയാ, ഞാൻ ചെയ്യാം. എടി, ലച്ചു, എന്താ കാര്യമുള്ള? എന്റെ അമ്മച്ചി, ഞങ്ങളൊന്നും ചെയ്തില്ല. ഈ വിളക്ക് പെണ്ണുപിള്ളേരെല്ലാം ചെയ്തത്. നിന്നൊക്കെ എടുത്തോടി, എന്തെങ്കിലും നിന്നെ തന്നെ കൈ കിട്ടും. ഈ ആൺപിള്ളേരുമായിട്ട് എന്താ ഇത്ര വലിയ ടച്ചിങ്? പോയാ നിങ്ങളുടെ കുടുംബത്തിൽ പോയ അവിടെ കിടന്നോണ്ട് ഒരു ബഹളം വേണ്ടേട്ടാ. പോയിട്ടോ, നിങ്ങൾ തുണി കഴുകാൻ വന്നെങ്കിൽ തുണി കഴുകി പോവാ. പിള്ളേരായിട്ട് പഠിക്കോട്ടെ. നിങ്ങൾ കുടുംബത്തിൽ പോയേ പോ. ചെരിപ്പിട്. ബരസോരെ മേഘ മേഘ ബരസോരെ മേഘ മേഘ. ഡേ,
പഠിപ്പിച്ചു തന്നത്? I doing this same way. നോക്ക്. There is so many. There is so many. എങ്ങനെയുണ്ട്? ഇത് വാങ്ങിക്കുന്നേ. രണ്ടാമത്തെ സ്റ്റെപ്പ് കളിക്ക്. ഇങ്ങനെയാണോ അത്? പിടിക്ക്. ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട. 1 2 3 4 5. ദേ ലച്ചു, നീ എന്റെ ടീച്ചർ ആവാൻ നോക്കല്ലേ കേട്ടല്ലോ. യു ഓൾ റെസ്പെക്ട് ഡാൻസ്, ഓക്കെ? ഇങ്ങനെ പോയാലുണ്ടല്ലോ നാണം കെടൂടെ. എടി ആദ്യത്തെ റീലെങ്കിലും നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ ആൾക്കാർ ട്രോളും. കുറച്ച് റെസ്റ്റിംഗ് എടുക്കാം. പഠിച്ചു. Ready 1 2 3 start. Barisore. You do one more. You do with me. 2 3 4. Barisore meka barisore. ഇതിക്കടി. നിന്റെ അമ്മയ്ക്ക് ഇത് കൊതുക്കി വെച്ചു. ആശിപ്പിച്ച്. ആരാണോ? എന്താ? അവിടെ ഒരാള് നിങ്ങൾക്കുള്ള ശവക്കുഴി വെട്ടിക്കൊണ്ടിരിക്കുക. ചെന്ന് നോക്ക്. ഇവിടെ എന്തോന്ന് ഡാൻസോ? അല്ല ഗാനമേള. എന്തേ ബുക്ക് ചെയ്യുന്ന? വല്ല പറ്റണവരെ പണിക്കുമ്പോ കൂടെ. ചീള് കേസ് പാവം ചെറുത് വിട്ടറാ. ഞാനേ കൃത്യസമയത്ത് അവിടെ ചെന്നത് കൊണ്ട് കൊള്ളാം. ഈ പെങ്കിടാങ്ങളെ രണ്ടുപേരും കൂടി ആ പയ്യന്മാരുണ്ടല്ലോ ആ വെള്ളത്തിൽ മുക്കി പിടിച്ചാനെ. എന്റെ ദൈവമേ, ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു. ഇവളുമാരെ ഇനി എന്ത് ചെയ്യും? എനിക്കറിയത്തില്ല. പിള്ളേരെ പഠിപ്പെന്നും പറഞ്ഞ് നിർത്താതെ കണ്ട് ആരുടെങ്കിലും കൂടെ കെട്ടിച്ചു വിടും, നല്ല പയ്യന്മാരെ നോക്കിയിട്ട്. അല്ലാതെ ഇങ്ങനെ ഈ അഴിച്ചുവിട്ട് നിങ്ങളെങ്ങനെ മനസ്സമാധാനത്തിന് കുടുംബത്തിൽ നിൽക്കും? കെട്ടിച്ചു വിടാൻ വല്ല വേണ്ടേ ചേച്ചി? ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ച് അയക്കണമെങ്കിൽ എന്തോരം ചെലവുണ്ട്. സ്ത്രീധനമൊന്നും ചോദിക്കാത്ത നല്ല പയ്യന്മാർ എൻ്റെ അറിവിലുണ്ട്. വേണമെങ്കിൽ ഞാൻ ആലോചിക്കാം. ചേച്ചി, എന്തായാലും പിള്ളേരുടെ അച്ഛന്മാര് വരട്ടെ, ഞങ്ങളൊന്ന് സംസാരിക്കാം. ഓ ചേച്ചി, ഇത് പോന്ന വഴിക്ക് ആരോടും പറയല്ലേ. എൻ്റെ മോളെ, എനിക്കങ്ങനത്തെ ശീലമൊന്നുമില്ല. ഞാൻ നല്ലതിന് വേണ്ടി വന്നേ ഉള്ളൂ. അല്ല, ഇവളുമാരത് എന്ത് ഭാവിച്ചാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്? എന്തായാലും ഇപ്പൊ അവളുമാരോട് ചോദിക്കണ്ട, തന്തമാര് വരട്ടെ. പരട്ട കിളവിയായിരുന്നു ആ കുടത്തെ തള്ളി കേട്ടത്. അച്ഛാ. മോളെ അതുകൊണ്ടാ നാളെ വിളിക്കാൻ വരണ്ട, ഞാൻ വേറൊരിടത്ത് പോയിട്ട് അങ്ങ് വന്നോളാം. എന്ത് ഇവിടെ വന്നിരിക്കുന്നേ? അച്ഛൊരു പ്രശ്നമുണ്ട് അച്ഛാ. എന്ത് പ്രശ്നം? നമ്മടെ നുണച്ചി സാവിത്രി അമ്മയില്ലേ, ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അമ്മയടുത്ത് കൊറേ എന്തൊക്കെയോ നുണ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്ത് നുണ? അതൊക്കെ അമ്മ പറയുമ്പോ അച്ഛന് മനസ്സിലാവും. പക്ഷെ അമ്മ എന്ത് പറഞ്ഞാലും അച്ഛൻ എന്നെ വിശ്വസിക്കാൻ പാടുള്ളൂ, അമ്മ വിശ്വസിക്കരുത്. അനിയനും കൂടെ കൊടുക്കണേ. അച്ഛൻ്റെ അടുത്തൊരു വലിയ കാര്യം പറയാനായിട്ടാണ് ഞാൻ ഇത്ര നേരം ഇവിടെ കാത്തു നിന്നത്. അമ്മയുടെ സ്വഭാവം വരെ എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല. ഇവരൊക്കെ ഓരോന്ന് വന്ന് പറയുന്നത് കേട്ടിട്ട് എന്നെ ചുമ്മാ കിടന്ന് വഴക്ക് പറഞ്ഞോണ്ടിരിക്കും അവര്. അവള് ചുമ്മാ എന്തെങ്കിലും പറയുമോ നിന്നെ? ചുമ്മാ അച്ഛൻ കിടന്ന് അമ്മയുടെ സൈഡ് കിടന്ന് ബാധിക്കല്ലേ. അച്ഛന്റെ മോൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് അച്ഛന് തോന്നുന്നുണ്ടോ? എന്നാലും ഞാൻ അവള് പറയുന്നത് കേക്കട്ടെ, നീ മാറ്, ഞാൻ അങ്ങോട്ട് പൊക്കോട്ട്. അത് മോളിത് വിശ്വസിക്കും, പിന്നെ അവര് പറഞ്ഞ് കേക്ക്. സത്യമായിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛൻ ഇപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പോ അമ്മ ഓരോന്നൊക്കെ പറയും. ചുമ്മാ അച്ഛൻ ഒന്നും വിശ്വസിക്കില്ല കേട്ടോ. എനിക്ക് അവളെ വിശ്വസിക്കണ്ടേ? അപ്പൊ അച്ഛൻ നിന്നെ മാത്രം വിശ്വസിച്ചാൽ മതിയാ? മോള് വേണോ കാര്യം വേണോ അച്ഛൻ ഇപ്പൊ തീരുമാനിക്കുന്നത്. ഏതാണ്, ഞാൻ അങ്ങോട്ട് പോട്ടെ, കാണട്ടെ. മൊട്ടയ്ക്ക് ഭാര്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യം തോന്നുന്നു. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ എന്തെങ്കിലും ഒന്ന് പറ മനുഷ്യ. കേട്ടുടനെ കല്യാണം നടത്താനൊന്നും പറ്റൂല. പിള്ളേരെ ഭാവിയിലെ പ്രശ്നമാണെന്ന് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് നടത്താൻ പറ്റുന്ന കാര്യമാണോ ഇത്? നിങ്ങൾ എടുക്കാൻ വേണ്ട, പിടിക്കാൻ വേണ്ട. ഇപ്പോഴാലോചിച്ചു തുടങ്ങി ഒരു 3 മാസത്തെ കല്യാണം നടത്തിക്കൂടെ? നീ ഒന്ന് ചുമ്മാ ആയിരിക്കും. അതേ ഒന്ന് ഈ 3 മാസം കൊണ്ട് കയ്യിൽ വല്ലതും ഇരിക്കുന്ന നടത്താനായിട്ട്. നിങ്ങൾ ഇവിടെ കിടന്ന് വേളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഏതായാലും മക്കളുടെ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കാം. അതല്ലെങ്കിലേ നമ്മൾ വേറൊരു കാര്യമുണ്ട്.
അതെന്തോന്ന് വഴി? നമ്മളെ ഇവിടുത്തെ പള്ളിക്കാർ കോട്ടയത്ത് ഒരു ഹോസ്റ്റൽ നടത്തുന്നുണ്ട്. മക്കളെ നമുക്ക് അവിടെ നിർത്തി പഠിപ്പിച്ചൂടെ? അവിടെ ആകുമ്പോൾ ഫാദറിൻ്റെയും സിസ്റ്ററുടെയും ഒരു മേൽനോട്ടം കാണും. ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാണ് പറയുന്നത്. അത് പിന്നെ പറയുന്നതിനിടയ്ക്ക് അവിടെ കൊണ്ട് ചേർക്കാൻ പറ്റുമോ? അതൊക്കെ ഞാനേറ്റി. ആ പള്ളിയിലെ പണിയല്ല ഞാനല്ലേ നടത്തുന്നത്. അതുകൊണ്ട് അതിന് വിഷയമൊന്നുമില്ല. എന്നാ പിന്നെ നമുക്ക് ആ വഴി തന്നെ അങ്ങ് ആലോചിക്കാം. പൈസ ചെലവൊന്നും വരൂലല്ലേ? അതൊക്കെ അച്ഛനോട് ഞാൻ ഞാനൊന്ന് കാര്യമാക്കണ്ട. അത് മതി. എന്തോന്നാണെങ്കിലും പെട്ടെന്ന് തീരുമാനമാക്കണം. കാര്യമായിട്ടെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. ശരിയാക്കിയാൽ മതിയാവോ? നിങ്ങളിങ്ങനെ ഇരുന്നാ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും ആ പെണ്ണിനെ ഒന്ന് കെട്ടിച്ച് വിട്ടേ പറ്റത്തുള്ളൂ. ഇന്നാണെങ്കിൽ ആ സാവിത്രി ചേച്ചി എവിടെല്ലാം ചെന്ന് പറഞ്ഞു കാണുമെന്ന് അറിയാമോ? ആ ലതയ്ക്കാണെങ്കിലേ കുഴപ്പമില്ല, അവിടെ ആങ്ങളമാർ എന്തെങ്കിലും കൊടുത്ത് സഹായിക്കും. ഇവിടാണ് ഒരു ചുക്കും ചുളയില്ലാത്തത്. നിങ്ങളും ഉണ്ട്, നിങ്ങളുടെ ഈ പേട്ട സൈക്കിളും ഉണ്ട്. എവിടുന്നെങ്കിലും കടം മറിച്ചോ ഇടം മറിച്ചോ ഇതിനെ എത്രയും പെട്ടെന്ന് കെട്ടിച്ച് വിട്ടേ പറ്റൂ. അതെ, ഈ അപ്പുറത്തെ കൊച്ചിൻ്റെ കൂടെ കൂടിയിട്ടാണ് ഇവള് ഇത്രയും വഷളായത്. അത് നമ്മളെ മോളെ പോലെ അല്ലേന്ന്. ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. പറ. ഞാൻ എൻ്റെ ആങ്ങളമാരുടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരിത് തന്നെയാണ് പറയുന്നത്. എന്തായാലും കല്യാണ പ്രായമായല്ലോ, അപ്പൊ അതിനെ കുറിച്ച് ആലോചിച്ചൂടെ? കല്യാണക്കാരെ പറയണേ അടുത്തന്നെ കെട്ടിച്ചുവിടും. ആണോ? എടുത്ത് പോണം. പപ്പടോടാണോ വെച്ച് ഞാൻ തരും നല്ലത്. ഇതിനൊക്കെ കെട്ടിച്ചുവിടണ നല്ലത്.